ഹായ് അസ്സലാമു അലൈക്കും. നമുക്ക് ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അധികം എണ്ണയൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാനും പറ്റും. പോക്കറ്റ് ഷവർമയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കിതിൻ്റെ കുബൂസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇവിടെ ഞാൻ ഒരു അര കപ്പ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ അത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇതൊന്ന് ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടാണ് ഒരു 15 മിനിറ്റ് നമ്മളിത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഇതിപ്പോൾ ഈസ്റ്റ് ആക്ടിവേറ്റ് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മളിനി നമ്മൾ മാവ് കുഴയ്ക്കാൻ ആവശ്യമുള്ള ഉപ്പും പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ അതും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാനിവിടെ ഒരു 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ നമ്മൾ അടഞ്ഞിട്ട് വെക്കുക, അല്ലെങ്കിൽ കട്ടകളില്ലാണ്ട് ഒന്ന് ഉടച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഈ വെള്ളം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ വെള്ളം ചേർത്തിട്ട് മാവ് ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെക്കാട്ടി കുറച്ച് ഒന്ന് ലൂസായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ ആക്കിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റോളം നമ്മളിത് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോഴായിരിക്കും ഡോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുക. നമ്മുടെ കുബൂസും അതുപോലെ സോഫ്റ്റായിട്ട് വരിക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെയും ഒന്നും കൂടി കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കുഴയ്ക്കുമ്പോൾ കയ്യിലൊക്കെ ഒട്ടും സ്റ്റിക്കി ആയിട്ടുണ്ടാകും. അത് സാരമില്ല, അത് കുഴയ്ക്കുക അത് ശരിയായിക്കോളും. അപ്പോൾ കുറച്ചും കൂടി ഒലിവ് ഓയിലോ എന്താ വെച്ചാൽ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പം മാവ് നന്നായിട്ട് കുഴച്ച് നമ്മുടെ ചപ്പാത്തിനെക്കാട്ടിയും കുറച്ചും കൂടി അയവിൽ വേണം കുഴയ്ക്കാനായിട്ട്. ഇനി ലാസ്റ്റ് നമ്മളിതിൽ ഡ്രൈ ആവാണ്ടിരിക്കാൻ കുറച്ച് ഓയിൽ മേലെ ഒഴിച്ചിട്ട് ക്ലിങ് റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ, മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് ഈ മാവ് നന്നായിട്ട് പൊന്തി വരാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ച് സമയം കൂടും. എനിക്കിവിടെ ഒരു 3 മണിക്കൂർ എടുത്തിട്ടുണ്ട് മാവ് നന്നായിട്ടൊന്ന് പൊന്തി വരാനായിട്ട്. നമുക്കിനി ചിക്കൻ്റെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 350 ഗ്രാം ബോൺലെസ് ചിക്കൻ കുറച്ച് ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ നോർമൽ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണും, ചെറുനാരങ്ങ കുറച്ചും, പിന്നെ തൈര് 1 ടീസ്പൂണോളം തൈരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ഒരു 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നതിന് പകരം ഞാൻ അറിയാണ്ട് ആദ്യം തന്നെ സവോള ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒരു കയ്യബദ്ധം പറ്റിയതാണ്. എപ്പോഴും ഉണ്ടാക്കണ ആ ഗ്രേവീൻ്റെ ഓർമ്മയിൽ സവാള ചേർത്ത് കൊടുത്തു പോയി. അപ്പോൾ നിങ്ങൾ ചേർത്തുന്ന സമയത്ത് ആദ്യം ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് വന്ന ശേഷം മാത്രം സവാള ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ സവാള ഒരു പകുതി ആയ ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോഴാണ് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ സവാള ചേർത്തത് അറിയില്ല. മറ്റേതാകുമ്പോൾ സവാള ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഒന്ന് തുറന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇത് അധികം എണ്ണയൊന്നും ആവശ്യമില്ല. കുറച്ച് എണ്ണയിൽ തന്നെ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ചിക്കൻ വേവുമ്പോൾ അതിലുള്ള വെള്ളമെല്ലാം ഇറങ്ങി വരും. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ ഈ ചിക്കൻ നന്നായി വെന്തിട്ട് നല്ല
ചിക്കൻ നല്ല ഡ്രൈ ആകും. അതുവരെ നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഞാനിവിടെ ക്യാബേജ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ക്യാപ്സിക്കം, പിന്നെ ഒരു തക്കാളിയുടെ പകുതി, കുരുവെല്ലാം ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞിട്ട് തൊലി മാത്രം, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്കാക്കി എടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ഈ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചിക്കൻ്റെ ഫില്ലിങ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂണോളം മയോണൈസ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. മയോണൈസിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് ഷവർമയ്ക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മയോണൈസ് സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് മയോണൈസും അതുപോലെ ഹോട്ട് ചില്ലി സോസും കെച്ചപ്പും കൂടി ചേർത്ത് മിക്സ് ആക്കിയാൽ ഇതിനുള്ള സോസ് റെഡിയാണ്. ഇവിടെ ഞാൻ മയോണൈസായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കാഷ്യൂവും അതുപോലെ എള്ളും കൂടി ഉപയോഗിച്ചിട്ടുള്ള മയോണൈസാണ്. നിങ്ങൾക്ക് നോർമൽ മയോണൈസ് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് ഡബിളായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ച് എടുക്കാം. ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇവിടെ ഞാനിത് 2 പോർഷനാക്കിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പൊടിമാവ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതുപോലെ ഒരുപാട് തിക്കായിട്ടും പരത്തരുത്, അതുപോലെ ഒരുപാട് തിന്നാവുകയും ചെയ്യരുത്. ഒരു ചപ്പാത്തീൻ്റെ കാട്ടി കുറച്ചും കൂടി തിക്നെസ് കൂടുതലാക്കിയിട്ട് പരത്തിയെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ പീത്ത ബ്രെഡ്സ് അങ്ങനെ ഒരുപാട് റഫായി പോകും. ഒരുപാട് തിക്കാണെങ്കിൽ കട്ടി കൂടി പോകും. അതുകൊണ്ടാണ്. ഇപ്പോൾ പരത്തിയ ശേഷം നമുക്ക് ഒരു കട്ടർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ മൂടി കൊണ്ടോ പാത്രം കൊണ്ടോ ഇതുപോലെ നമ്മുടെ അളവിനനുസരിച്ച് ഇതൊന്ന് കട്ടാക്കിയെടുക്കാം. ഇനി ഈ ബാക്കി വന്ന മാവും നേരത്തെയുള്ള മാവും കൂടി ഒന്നും കൂടി കുഴച്ചിട്ട് എല്ലാം ഇതുപോലെ കട്ടാക്കിയെടുക്കാം. ഇനി ചൂടായ പാനിലേക്ക് നമുക്ക് ഓരോ പീത്ത ബ്രെഡ്സായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ ചെറിയ ബബിൾസ് വരും. ആ സമയത്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി കളർ ചേഞ്ച് ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി വരും. ആ സമയത്ത് നമ്മളതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി തനിയെ അത് നന്നായിട്ട് പഫി ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ പീത്ത ബ്രെഡ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊന്നും നമുക്ക് ഇതിന് തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പീത്ത ബ്രെഡ്സ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഉള്ള പീത്ത ബ്രെഡ്സാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പീത്ത ബ്രെഡ്സ് എല്ലാം ഇവിടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ലിങ്സ് വെച്ചിട്ട് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പീത്ത ബ്രെഡിൻ്റെ ഒരു സൈഡ് നമ്മൾ കത്തി വെച്ചിട്ടൊന്ന് കട്ടാക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ആദ്യം സോസാണ് വെച്ച് കൊടുക്കേണ്ടത്. സോസ് 2 സൈഡും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ലെറ്റ്യൂസ് ലീഫും പിന്നെ കുക്കുംബറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ഈ ഫില്ലിങ്ങും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫില്ലിങ്സ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ സാലഡ് ഉണ്ടാക്കി വെക്കാം. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഷവർമ എല്ലാം ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ നിങ്ങളുടെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെ ഒരെണ്ണം ഉണ്ടെങ്കിൽ മതി വയറ് നിറയാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വീട്ടിൽ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.